പാലാരിവട്ടം മറ്റേ ചില ഈ എളമക്കര ഭാഗമൊക്കെ വെള്ളം ഉണ്ടാവില്ല എന്നുള്ളതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലും വെള്ളം അടിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഇതിൽ തന്നെ പേട്ട ഭാഗത്തൊന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പം ഇവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്യുന്നതിൽ 68,000-ൻ്റെ 2 പാളിയായിട്ടാണ് ഉള്ളത്. അതിൽ ഒരെണ്ണം വെച്ചിട്ട് പരമാവധി ചെയ്യാം എന്നാണ് പറയണത്. പിന്നെ മരടിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് കപ്പാസിറ്റി കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായിട്ട് എന്തായാലും ഓൾറെഡി ഈ പമ്പിങ് എല്ലാം നടന്നാൽ പോലും ഇവിടെ അതിരൂക്ഷമായിട്ടുള്ള ശുദ്ധജല ക്ഷാമമാണ് ഉള്ളത്. അപ്പോൾ അത് നിലനിൽക്കെ ഇങ്ങനെയും കൂടി സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വല്ലാത്തൊരവസ്ഥയാണ്. മാത്രമല്ല നമ്മുടെ ഇവിടെ സമീപവാസികൾക്കൊക്കെ അവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറി രാത്രി 2 മണിക്കായതുകൊണ്ട് വലിയ അപകടം നടന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വീലർ ഓട്ടോറിക്ഷ അടക്കം തള്ളിപ്പോയി എന്നാണ് പറയണത്. അപ്പോൾ ആളുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കിടക്കുകയായിരുന്നു എന്നുള്ളതുകൊണ്ട് ചെറിയൊരാശ്വാസം എന്ന് പറയാം. ഇവർ പുറത്തെങ്ങാനും ഇറങ്ങി നടക്കുമ്പോഴാണെങ്കിൽ ഇതിലും വലിയ അപകടം ചിലപ്പോൾ സംഭവിച്ചിരുന്നേനെ. എന്തായാലും അത് ദൈവം കാത്തു എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിന് ഉടനെ എങ്ങനെയാ പരിഹാരം എന്നുള്ളതിനാണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ടത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ രാത്രി തന്നെ എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിന് എന്തായിരിക്കും പ്രതിവിധി ഉണ്ടാവുക എന്നുള്ളത് കാത്തിരിക്കണം.